ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, ഞായറാഴ്ച ദിവസത്തിന്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ, ആശംസകൾ കേട്ടോ. വൈദ്യര അഭിഷേകാഗ്നി. കുഞ്ഞുങ്ങളെ സുഖമാണോ? ഇന്നലത്തെ ടോക്കൊക്കെ കേട്ടോ? എന്ത് സാക്ഷിയൊക്കെ കേട്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് നന്മ ചൊല്ലി മീഡിയ വഴിയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിഷേകാഗ്നി, ഞാൻ ഈ പേരുകൾ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയണം, പുതിയ ആൾക്കാർ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹോളി സ്പിരിറ്റ് ഈവനിങ് ബുധനാഴ്ചകളിൽ, ഫ്രൂട്ട് ഓഫ് മേരി ശുശ്രൂഷ തിങ്കളാഴ്ചകളിൽ, അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുടോക്ക് ഡെയിലി. ഇത്രയാണ് നമ്മുടെ മെയിൻ മീഡിയ ശുശ്രൂഷകൾ. അതിനകത്ത് എല്ലാത്തിനും വേണ്ടി അഭിഷേകത്തിക്ക് വേണ്ടി, കുഞ്ഞുടോക്കിന് വേണ്ടി, ഫ്രൂട്ട് ഓഫ് മേരി, ഹോളി സ്പിരിറ്റ് എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാവോ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ടോക്കിന് മുമ്പ് ഒരു നന്മറിഞ്ഞവർക്ക് ഇങ്ങനെ ചൊല്ലുന്ന വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഡൊമിനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോർമേഷനിലെ കുട്ടികൾ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതും നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അത് സംഭവിക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നിയാൽ പേടി വരികയില്ല, ഭയം വരികയില്ല, അല്ലേ? ഇപ്പം പടക്കം പൊട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പെരുന്നാൾ പറമ്പിലൊക്കെ ഓർക്കപ്പുറത്ത് പൊട്ടുമ്പോഴും പേടി വരും. അപ്പോൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കണം. പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ അത് മൊത്തം അങ്ങ് വായിച്ചാൽ ഒരു ഗുഡൻസ് പിടിയുള്ളൂ. എൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ദൈവത്തിന് വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ് സഹോദരൻ. അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. സ്തേഫാനോസിന്റെ പ്രസംഗമാണ് പശ്ചാത്തലം. അപ്പൊ ഇങ്ങനെ രക്ഷാകരുടെ പദ്ധതി അബ്രാഹം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ് കയറി ഇങ്ങോട്ട് വന്നിട്ട് അവസാനം പിന്നെ പൂർവ്വ ജോസഫ്, നമ്മുടെ സഹോദരന്മാർ, യാക്കോബിന്റെ മക്കളെ അവിടെ എത്തുന്നു. പിന്നെ ജോസഫ് ഭരണാധികാരിയായിരുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുക. അവസാനം എന്നെ സംഭവം അറിയാം, ജോസഫിനെ അറിയാത്തൊരു ഭരണാധികാരി രാജാവ് അവിടെ അധികാരത്തിലാണ്. സംഗതി എല്ലാം കീഴ്മേൽ പറഞ്ഞില്ലേ, അവരടിമകളാക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ചരിത്രം പഠിക്കാൻ വേണ്ടി മാത്രമല്ല. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രക്ഷാകര അനുഭവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്ഭുതപ്പെടാതെ ഇതിനെയൊക്കെ നമ്മൾ നല്ല കൃപയിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു സ്ഥാപനത്തിന് വേണ്ടി ചത്തപ്പണിയെടുത്തു. അതിൽ ഓരോ കല്ലും നമ്മളിങ്ങനെ തല ചുമന്ന് കയറ്റുന്നത് പോലെ ചോര നീരാക്കി, രാത്രി നോക്കിയാൽ, ഉറക്കം നോക്കിയാൽ, ഭക്ഷണം നോക്കിയാൽ ചത്തപ്പണിയെടുത്തു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ സംവിധാനങ്ങളെ, പുതിയ അഡ്മിനിസ്ട്രേഷൻ, പുതിയ ആൾക്കാരെ വന്നപ്പോൾ നമ്മൾ കറിവേപ്പില പോലെ പുറത്ത്. അങ്ങനെ ചില അനുഭവങ്ങൾ വരും, മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പോയി പറയാം, എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടി വരും. ഞാൻ അന്ന് ഇതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് ഓടിക്കാടുന്ന നടന്ന. ഇപ്പോൾ താൻ ഒരു ഇടവകപ്പള്ളിയിൽ പുതിയ വികാരിച്ചന്മാരെ മാറി വരുന്നു, അല്ലേ? അപ്പം നോക്കിയേ, അന്ന് ഒരു വികാരിച്ചന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ടീമെല്ലാം മാറി പുതിയ ടീം വരും, അല്ലേ? അപ്പോൾ ഇവർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മളാണിതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ. ഇതെല്ലാ തലത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. എല്ലാ തലത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം. അതെല്ലാ മനുഷ്യകളും നമ്മളിത് പ്രതീക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് എല്ലാത്തിലും അങ്ങനത്തെ ഒരു ഫിനോമിനനാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്സെറ്റ് ആകരുത്. ഇതൊക്കെ സംഭവിക്കാൻ ദൈവം തീരുമാനിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് വിഷമിക്കുക. അതൊരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമല്ലേ. അതുകൊണ്ടല്ലേ ഈ അടിമത്തം ദൈവം അത്ഭുതകരമായിട്ട് ഇവരെ കൊണ്ടുപോകുന്നതും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള നയിക്കലിനും ഒക്കെ മുമ്പുള്ള ഒരു ചെറിയ ബ്രീഫ്, ഒരു ചെറിയ പരിപാടി അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ, ഒരു ബ്രീഫ് ഹിസ്റ്ററി അല്ലേ ഉള്ളൂ, ഒരു കുറച്ച് കാലത്തെ സമയമുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സാഹചര്യം അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സങ്കടം അനുഭവപ്പെടുന്ന ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. 2, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 3, ഇനി ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അപ്സെറ്റ് ആകരുത്. ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നല്ലതുമാണത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെ നന്മ സ്വീകരിച്ചവരൊക്കെ തന്നെ നമ്മളെ ഒരിടത്ത് തള്ളി പറയും. ഒരുപക്ഷെ പേരൻസൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ കൊച്ചിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. കർത്തവൃത്തി അനുഗ്രഹിക്കട്ടോ. വിഷമിക്കരുത്. വേർഡ് ഓഫ് ഗോഡ്. വിഷമിക്കരുത്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാവോ. ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ ഒരുപാട് സ്നേഹത്തോടെ ഇവരെ ആശീർവദിക്കുകയാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ മീഡിയ വഴിയുള്ള ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുമ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ വ്യക്തിപരമായി ആശീർവദിക്കുന്നു.
കർത്താവ് പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈശോയുടെ നാമത്തിൽ പ്രത്യേകം ആശീർവദിക്കുക. വേറൊന്നുമില്ല, കർത്താവ് ഒരു കൃപ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഈശോയുടെ നാമത്തിലെ കൃപ ഇപ്പം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ദുഷ്ടാരങ്ങളും പൈശാചിക പീഡകളെ ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ ഒരു വചനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളും ഈ വചനം താങ്ങി നിർത്തട്ടെ. പരിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുപിതാവ് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കട്ടെ. നിങ്ങളുടെ കാവൽ മാലാഖയുടെ നിങ്ങളുടെ പേരിന് കാണുന്ന വിശുദ്ധ പ്രത്യേക മധ്യസ്ഥം ഉണ്ടായിരിക്കട്ടെ. ദുഷ്ടാരികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, എന്താണ് ഇപ്പോൾ ഇവരുടെ മനസ്സിന്റെ അവസ്ഥ? അതിൽ ഈശോയുടെ കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.